ഈ പാലക്കാടൻ കോട്ട പോലെ ഉറച്ച രാഷ്ട്രീയ നിലപാടുള്ളവരാണ് പാലക്കാട്ടെ വോട്ടർമാർ. തെരഞ്ഞെടുപ്പിന് 7 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവർ ഈ ക്യാമറയ്ക്കു മുന്നിൽ നമ്മളുടെ മനസ്സ് തുറക്കുമോ? നോക്കാം. തവണ ആർക്കാ സാധ്യത ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ? ത്രികോണ പോരാട്ടമാണോ? ത്രികോണ പോരാട്ടം തന്നെയാണ്. പാലക്കാട് ചരിത്രപരമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കേരളത്തിലെ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ മത്സരം പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കാണും. അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും പൊതുതെരഞ്ഞെടുപ്പാണെങ്കിലും ജനങ്ങൾ വളരെ വാശിയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. എന്തും സംഭവിക്കാം. ജനങ്ങൾ നല്ല വാശിയിലാണല്ലേ? ജനങ്ങൾ വാശിയിലാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് വാശിയില്ല, അവർ നല്ല ഐക്യത്തിലാണ്. ജനങ്ങൾ നല്ല വാശിയിലാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു അട്ടിമറി ഇവിടെ നടക്കും, ഉറപ്പാണ്, പ്രതീക്ഷിക്കാം. ഒരു അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അട്ടിമറി നടക്കും. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാടുകാരുടെ ആവശ്യം എങ്ങനെയുള്ള ആൾ വരണം എന്നാണ് പാലക്കാടുകാർ വിചാരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ആവശ്യമില്ലാത്തതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരാൾക്ക് എന്തെങ്കിലും ആഘാതം പറ്റിയിട്ട് വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഇത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ശരിക്കും അതിന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ക്യാഷ് മുടക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവ് വഹിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മൂന്ന് മുന്നണികളും നല്ല വീറും വാശിയോടെയാണ് പൊരുതുന്നത്. അതുകൊണ്ട് പാലക്കാടൻ കാറ്റ് എവിടേക്ക് വീശുന്നൊന്നും പറയാൻ പറ്റില്ല. ഞാര് വിജയിച്ചാലും അവർക്ക് ഈ പീരിയഡിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയ അവസ്ഥയല്ല. അത് ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഒരു അസംബ്ലി ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഇപ്പം നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി ഇത് ശരിക്കും ആവശ്യമില്ലാത്തൊരു ഇലക്ഷനാണ്. ഇലക്ഷൻ ചൂടാണോ? ചൂടാണ്, ജയിലിൽ വെച്ച് ചൂടാണ്. ഇത്തവണ ആര് കൊണ്ടുപോകും പാലക്കാട്? പാലക്കാട് പറയുകയാണെങ്കിൽ അവരുടെ സീറ്റ് അവർ നിലനിർത്തും. അപ്പൊ പിന്നെ ഈ കള്ളപ്പണ ട്രോളി ആരോപണം ഒക്കെ വന്നല്ലോ. ട്രോളി ആരോപണമൊക്കെ അതൊക്കെ പലതും ഉണ്ടാക്കാമല്ലോ പല പാർട്ടിക്കാർക്കും. അതിലൊന്നും കാര്യമില്ല, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ ആര് കൊണ്ടുപോകും പാലക്കാട്? പറയാൻ പറ്റില്ല, ടൈറ്റ് മത്സരമാണ്. ഒന്നും പറയാറായിട്ടില്ല. എങ്ങനെ ഓണി തിരിയാം. നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാർ എന്ത് ചിന്തിക്കണം അതുമാതിരി ഇരിക്കും. ഒരിഞ്ഞ പോരാട്ടമാണ് പോരാട്ടമാണ് എല്ലാവരും. ആർക്കാണെന്ന് പറയാൻ കഴിയും. വോട്ടർമാരുടെ മനസ്സിലെന്താണെന്ന്? വോട്ടർമാരുടെ മനസ്സിൽ CPM കാരാണ് അവർ ജയിക്കുന്നു പറയും, കോൺഗ്രസ്സുകാരെ ഞങ്ങൾ ജയിക്കുന്നു പറയും, BJP കാരാണ് ഞങ്ങൾ ജയിക്കും. ചേട്ടൻ എന്താ പറയും? ഞാൻ പറയണത് കൂടുതൽ വോട്ട് കിട്ടിയവർ ജയിക്കും. എന്നെ പറ്റിക്കാണല്ലേ? ടൈറ്റാണ് മത്സരം. നല്ല കാൻഡിഡേറ്റ് സരിനാണ്, പക്ഷെ ഇവിടെ സാധ്യത UDF-നാണ്. ഇവിടെ എന്താ പറയാനുള്ളേ? പാലക്കാട് ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. ഏതെങ്കിലും കാൻഡിഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ മീറ്റർ വർക്ക് ചെയ്യുന്നു? ഏതെങ്കിലും കാൻഡിഡേറ്റ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ആരും ചർച്ച ചെയ്യണില്ല അല്ലേ? പിന്നൊന്നും പറയണ്ട. ചേട്ടന് അത് മാത്രമാണോ പ്രശ്നം? അല്ല, അത് മാത്രമല്ല, അതുപോലെ തന്നെ അല്ല, ഒന്നൊന്നും മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെ. 2 ദിവസമായിട്ട് എന്തോ ട്രാക്ടർ റാലിയോ എന്തൊക്കെ നടന്നു. പക്ഷേ കർഷകർക്ക് ഇതുകൊണ്ടൊന്നും ഒരു ബെനിഫിറ്റും ഇപ്പം നെല്ല് കൊടുത്താൽ കടത്തിന് ഒപ്പിട്ട് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അനുഭവം ഇതാണ്. ഇത്തവണ പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാ ചേച്ചി? പാലക്കാടൻ കാറ്റ് ഇപ്പൊ പടിഞ്ഞാറിന്ന് കിഴക്കുന്ന് പടിഞ്ഞാറിലേക്കാ. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന കാറ്റ് ആർക്ക് അനുകൂലമായിരിക്കും ഇത്തവണ? ഏത് മുന്നണി അറിയും? ജയിക്കണം മുന്നണിക്ക്. ആണോ? ആണ്. ചേച്ചിയുടെ മനസ്സാർക്കപ്പാ? അത് ഞാൻ തുറന്നു പറയില്ല. ആർക്കായിരിക്കും ഇത്തവണ നമ്മുടെ ഒരു മനസ്സാരുടെ? പറയും കോൺഗ്രസിന്, ഇനി ഒരു പറയും മാർക്സിസ്റ്റ്. പറയാൻ പറ്റുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി നല്ല ടൈറ്റ് ഫൈറ്റ് ആണോ? ഉണ്ട്. എന്താ പറഞ്ഞേ? ജനങ്ങൾക്ക് വേണ്ടി ആര് ഭരിക്കണോ അവര് കൂടുതലുണ്ടാവും. ഏത് പാർട്ടിയാലും വിരോധമില്ലാതെ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ള വിവാദങ്ങളൊക്കെ കാണുമ്പോ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? അറിയില്ല. ആണോ? ഈ ട്രോളി ബാഗ് ഒക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? അറിയില്ല. ട്രോളി ബാഗ് കൊണ്ടുപോയിരിക്കേ അറിയുള്ളൂ. എല്ലാ റീഡിങ് ഒപ്പത്തിനപ്പുറം നിൽക്കുന്നു. അത്രയ്ക്ക് ടൈറ്റ് ആണ്? അങ്ങനെ ടൈറ്റ് ഒന്നും ഇല്ല. അതിപ്പോ എന്നും വില ഉയർത്താൻ പറ്റില്ല. ഇപ്പൊ ഇത് കാര്യമായിട്ട് ഇടുന്നത്. കാരണം ഇത് നാളെ തന്നെ ഇടും. നാളെ എപ്പോ കാണാം? നാളെ എല്ലാ ബുള്ളറ്റിലും ഇടയ്ക്കിടയ്ക്ക് കാണാം. വളരെ ടൈം ഇത് പ്രത്യേകം ഇടണം. ഓ